മൈസൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. നല്ല അടിപൊളിയൊരു ബസ് സ്റ്റാൻഡാണ്. നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ നല്ല നീറ്റായിട്ടാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. പേരെങ്ങനെ നമുക്കിവിടെ ഒരു മലയാളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ സ്ഥലം? വടകര അല്ലേ? വടകരയിൽ. അപ്പോൾ പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞത് നമ്മൾ മൈസൂർ വരുന്നവർ പേഴ്സ്, മൊബൈല് അല്ലേ എല്ലാം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ശരിക്കും. കാരണം പുള്ളി അനുഭവസ്ഥനാണ് ശരിക്കും. ബ്ലേഡിന് കീറിക്കൊണ്ട് പോകും, പ്രത്യേകിച്ച് സ്റ്റാൻഡിലൊക്കെ അല്ലേ. സ്റ്റാൻഡിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് ഈ തിരക്കിനടക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളാണ്. കഴിഞ്ഞ് അതെ 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 ഈ മൈസൂര് ഇവിടുത്തെ ഈ ഒരു തട്ടിപ്പിൻ്റെതേ ഇപ്പം ആ പുള്ളി പറഞ്ഞത് മാത്രമല്ല കേട്ടോ. എൻ്റെ അറിവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു പോക്കറ്റിൽ നിന്ന് ഉറങ്ങിക്കിടന്ന ഒരാളുടെ പേഴ്സൊക്കെ അടിച്ചിട്ട് പോകുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ഇപ്പുറം അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ പുള്ളിയുടെ സംസാരത്തിൽ അതൊന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ നമ്മൾ ഈ ദസറയുടെ മൈൻഡിലും വേറെ ഒരു ഹാഫ് മൈൻഡിലൊന്നും നടക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. നമ്മൾ ഈ ലോക്കൽ വണ്ടിയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു ബസ് കൊണ്ടൊന്ന് ചവിട്ടിക്കഴിഞ്ഞപ്പം അതിനകത്തേക്കുള്ള തിരക്ക് നോക്കും. ഭയങ്കര ഇടിയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ മാറി നിൽക്കുക. ഇതിനകത്ത് നമുക്ക് കയറേണ്ട ബസ്സാണ്. പക്ഷെ ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറണ നടക്കത്തില്ല. ഇനി നേരെ അടുത്തൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനും കയറണം നമ്മൾ. ഈ തമിഴ്നാടിനെ അപേക്ഷിച്ച് ഒരു തരത്തിലും നമുക്ക് ഹെൽപ്പ് കിട്ടാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ മൈസൂർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കർണാടക ആളുകൾ. കാരണം വെച്ചാൽ ഇവര് വണ്ടി ഇപ്പോൾ ഒരു ബസ്സുകാരെ നമ്മൾ ചോദിച്ചാൽ പോലും അവരാരും കറക്റ്റായിട്ടൊരു മറുപടി തരത്തില്ലെന്ന് മാത്രമല്ല, അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല.